സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. കേരള മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് 50 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. റോഡ് ഉപരോധമോ മുടിമുറിക്കലോ സമരമോ ഒന്നുമല്ല, ജീവിതം അവസാനിപ്പിക്കും. ഇതിലപ്പുറം എങ്ങനെ ക്ഷമിക്കും, സഹിക്കും? സമരം 50-ാം ദിവസം പിന്നിടുമ്പോൾ ആശാമാരുടെ വിലാപമാണ് ഈ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. സമരമിരുന്നും നിരാഹാരമിരുന്നും മുടിമുറിച്ചും പ്രതിഷേധിക്കുന്ന ആശാമാരോട് സർക്കാരിന് എന്താണ് ഇത്ര വിരോധമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 മാസത്തോടടുക്കുന്ന സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നത്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സർക്കാരിന് തുച്ഛമായ വേതനം വാങ്ങുന്ന ഈ ആശാമാരുടെ സമരം കാണാതെ പോകുന്നതിന് പിന്നിലെ കാരണം വ്യക്തമാക്കാൻ പോലും ഗവൺമെൻറ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല. വീട്ടിലൊരു ഗർഭിണിയോ മുലയൂട്ടുന്ന കുഞ്ഞോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചെത്തുന്ന, മറ്റാരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണം നൽകുന്ന, മഴയെത്തുന്നതിന് മുൻപേ ശുചീകരണ ബോധവൽക്കരണത്തിന് എത്തുന്ന സാധാരണക്കാര ജീവനക്കാരാണ് ആശമാർ. വെയിലത്തും മഴയത്തും കാടും മേടും താണ്ടി വീടാന്തരം കയറിയിറങ്ങുന്നത് വെറും 232 രൂപ ദിവസക്കൂലിക്ക് വേണ്ടിയാണ്. വിധവകളോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായവരോ ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. സേവന സന്നദ്ധതയോടെ ഇറങ്ങിത്തിരിച്ചവർക്ക് 232 രൂപ തന്നെ അധികമാണെന്ന നിലപാടാണ് നമ്മുടെ സർക്കാർ ആവർത്തിക്കുന്നത്. മറ്റു ജോലികൾക്കൊപ്പം കൊണ്ടുപോകാവുന്ന ഒരു സാമൂഹ്യ സേവനം, അതിലൂടെ ചെറിയൊരു വരുമാനം എന്ന നിലയ്ക്കാണ് പലരും ഇങ്ങനെ ആശമാരായത്. എന്നാൽ നാൾക്കുനാൾ ഏറി വന്ന ജോലിഭാരം നിമിത്തം മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി അവർക്ക് വന്നിട്ടുണ്ട്. അവരുടെ ആശ അറ്റുപോകുകയാണ്. 7000 രൂപ ഓണറേറിയവും 3000 രൂപ ഇൻസെൻറ്റീവും അടങ്ങുന്ന തുക ലഭിക്കാൻ മാനദണ്ഡങ്ങൾ പലതുണ്ട്. ഇവയെല്ലാം പാലിച്ചാലും എല്ലാ മാസവും ഈ തുക ആശമാർക്ക് ലഭിക്കാറുമില്ല. 26,448 ആശാ വർക്കർമാരാണ് ഈ സംസ്ഥാനത്താകെ ഉള്ളത്. ഓണറേറിയവും ഇൻസെൻറ്റീവുമായി ഒരാശ വർക്കർക്ക് ലഭിക്കുക മാസം 10,000 രൂപ. ഇതിൽ 7,000 രൂപ ഓണറേറിയം നൽകുന്നത് സംസ്ഥാനമാണ്. ഇൻസെൻറ്റീവായി നൽകുന്ന 3,000 രൂപ കേരളവും കേന്ദ്രവും കൂടിയാണ്. 1,400 രൂപ കേരളവും 1,600 രൂപ കേന്ദ്രവും നൽകുന്നു. എല്ലാ ആശമാർക്കും ഈ 10,000 ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വാക്സിനേഷൻ അടക്കം ഓരോ സേവനത്തിനും പ്രത്യേകം ഇൻസെൻറ്റീവാണ് നൽകുന്നത്. അങ്ങനെ നോക്കിയാൽ 13,000 രൂപയാണ് ആശാമാരുടെ ഏറ്റവും കൂടിയ വേതനമെന്ന് കാണാൻ കഴിയും. ഈ തുക എല്ലാ മാസവും കൃത്യമായി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല എന്നാണ് മറുപടി. പലതും കുടിശ്ശികയാണ്. അതായത് ആകെ ലഭിക്കുന്ന ചെറിയ വേതനവും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്ന് പറയാം. സംസ്ഥാനം പറയും കേന്ദ്രം തുക തന്നില്ല എന്ന്, കേന്ദ്രം പറയും സംസ്ഥാനം കൊടുക്കുന്നില്ല എന്ന്. രണ്ടായാലും നഷ്ടം ആശമാർക്ക് മാത്രമാണ്. ഈ അവസരത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തന്ന് തീർക്കുക, ഓണറേറിയം 7,000-ൽ നിന്ന് 21,000 ആക്കി ഉയർത്തുക, വിരമിക്കുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപയെങ്കിലും നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാമാർ സമരം തുടങ്ങിയത്. നിയമസഭയിലും ആശാമാർ വിഷയമായി. പ്രതിപക്ഷം ആശാമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആശമാർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നും ആശമാർ തൊഴിലാളികളായി കാണുന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടത് ദേശീയ തലത്തിൽ നിന്നാണെന്നും സർക്കാർ പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെത്തിയെങ്കിലും കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായില്ല. 50-ാം ദിവസം മുടിമുറിച്ച് 3-ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും കാര്യമായ നീക്കുപോക്കൊന്നും സർക്കാർ തലത്തിലുണ്ടായിട്ടില്ല. രാത്രി പെയ്ത മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത ആശാപ്രവർത്തകരോട് ടാർപോളിൻ മാറ്റാൻ ആവശ്യപ്പെട്ട പോലീസ് നടപടിയും ആശാമാർ സമരം ചെയ്യുന്ന സ്ഥലത്ത് മാത്രം വഴിവിളക്ക് കത്താത്തതും ആ സമരം പൊളിക്കാനുള്ള സർക്കാരിൻ്റെ വെറും പൊറാട്ട് നാടകമാണെന്നും നമുക്ക് കാണാം.